എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം വന്നിട്ട് ആ ആഗ്രഹത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു ആശയം ഒരു എനർജിയാണ്. ഈ എനർജിയെ നിങ്ങൾ അടുക്കിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത് എൻ്റെ തൊണ്ടയിൽ നിന്ന് ഒരു വൈബ്രേഷൻ ഉണ്ടാകാം. അതും ഒരു എനർജിയാണ്. ഈ തൊണ്ടയിൽ നിന്നുണ്ടാകുന്ന ഈ വൈബ്രേഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മാറ്റുന്നത് എൻ്റെ നാവുകളാണ്, എൻ്റെ വായാണ്. അപ്പോൾ എന്നിൽ ഉണ്ടായ ഒരു എനർജി നിങ്ങൾ അടുക്കിലേക്ക് എത്തിയത് കൊണ്ടാണ് നിങ്ങൾക്കത് കേൾക്കാനും മനസ്സിലാക്കാനും പറ്റുന്നത്. സോ ഈ എനർജി നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളതിനെ കേട്ടിട്ട് അത് നിങ്ങളുടെ ഉള്ളിൽ മനസ്സിലാകുന്ന രീതിയിൽ മാറണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ എനർജിയെ നിങ്ങൾ ഡീകോഡ് ചെയ്യണം. നിങ്ങൾ കേട്ട കാര്യത്തെ നിങ്ങളുടെ മനസ്സുകൊണ്ട് ഡീകോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. മനുഷ്യന് മാത്രമേ ഭാഷയുള്ളൂ, മൃഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഭാഷയില്ല. പക്ഷേ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു നായയോ ഒരു പൂച്ചയോ ഒരു പക്ഷിയോ തുടക്ക കാലഘട്ടങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ഈ മൃഗങ്ങൾക്കോ പക്ഷിക്കോ മനസ്സിലാകത്തില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ, ചില ആഴ്ചകൾ കഴിയുമ്പോൾ, ചില മാസങ്ങൾ കഴിയുമ്പോൾ തുടർച്ചയായ പരിശീലനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ എനർജിയെ നമുക്ക് നായയുടെ അടുത്തും പൂച്ചയുടെ അടുത്തും പക്ഷികളുടെ അടുത്തേക്കും എത്തിക്കാനും അതിനെ മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിൽ നമുക്കതിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. അവിടെയും സംഭവിക്കുന്നത് ആ വൈബ്രേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുക ചെയ്യുന്നത്. ഭാഷ അറിയാത്ത മൃഗങ്ങൾക്കും പക്ഷികൾക്കും പോലും മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കത്തക്ക രീതിയിൽ ആ എനർജിയെ നമുക്ക് രൂപപ്പെടുത്താൻ പറ്റും. ക്രിസ്ത്യാനികൾ പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് ആണ് ദൈവമെന്നാണ്. ഹൈന്ദവ മതത്തിനകത്തേക്ക് വരുമ്പോൾ ഏകദൈവ കൺസെപ്റ്റ് അല്ല, അവിടെ ബഹുദൈവ കൺസെപ്റ്റാണ്. ഇസ്ലാമിലേക്ക് പോകുമ്പോൾ അവിടെയും അള്ളാഹ് എന്ന് പറയുന്ന ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ദൈവിക കൺസെപ്റ്റാണ്. പക്ഷേ ഈ സത്യാന്വേഷണമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ആരാണ് ദൈവം? ദൈവം എന്ന് പറയുന്നത് ഒരു എനർജി സിസ്റ്റമാണ്, ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ദൈവം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും ആ ദൈവത്തെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിലും അനുഭവിക്കണമെന്നുണ്ടെങ്കിലും മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിനകത്തേക്ക് ആ ദൈവിക ആസ്വാദനത്തെയും അനുഭവത്തെയും നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റണമെന്നുണ്ടെങ്കിലും ഈ എനർജി സ്റ്റിമുലേഷനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ദൈവത്തെ ആസ്വദിക്കാൻ പറ്റുമോ? ആസ്വദിക്കാൻ പറ്റും. അനുഭവിക്കാൻ പറ്റുമോ? അനുഭവിക്കാൻ പറ്റും. എങ്ങനെ? ഈ എനർജിയെ നമ്മൾ മനസ്സിലാക്കണം. അത് യൂണിവേഴ്സൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു ജീവ ചൈതന്യമാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലും ആ ദൈവ ചൈതന്യമുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും ആ ദൈവ ചൈതന്യമുണ്ട്. അപ്പോൾ ആ ദൈവ ചൈതന്യത്തെ ആസ്വദിക്കാനും അനുഭവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ സയൻസിനെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ എങ്ങനെ ആ വൈബ്രേഷൻ, എനർജി വൈബ്രേഷനെ നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആസ്വാദനം ഉണ്ടാകത്തുള്ളൂ.